ഷോർട്ട് ഫിലിം റിയാക്ഷൻ പാർട്ട് 26 എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായല്ലേ റിയാക്ട് ചെയ്തിട്ട്. 5 വർഷം മുമ്പ് ഇറങ്ങിയ ഷോർട്ട് ഫിലിമിൽ 1 വർഷം മുമ്പ് റിയാക്ട് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത ഗെയിമിംഗ് വിത്ത് വൈപ്പർ ലോഡിന് വേണ്ടിയാണ് ഈ വീഡിയോ. എന്നാ പിന്നെ റിയാക്ട് ചെയ്തേക്കാം. എന്ത് പറയുന്നു? സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡിയോ ലവ്, ഒന്നെങ്കിൽ ഡയലോഗ് അല്ലെങ്കിൽ ഡിയോലോഗ്. ഡയറക്ഷൻ ഹാരിഷ് പുനലൂർ അല്ല ഡയറക്ടറെങ്കിൽ എനിക്കൊരു ഷോർട്ട് ഫിലിം കാണണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. ഈ ഷോർട്ട് ഫിലിമിന്റെ പേരറിയാൻ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട, ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. സ്റ്റേ സേഫ്. അവർ നിങ്ങളെ പറ്റിക്കുമ്പോൾ ഞാൻ അവരെ പറ്റിക്കണ്ടേ ഏത്? പക്ഷേ ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ക്രിമിനലായി മാറിയേക്കാം. അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എൻ്റെ ഒപ്പം മുഴുവൻ കണ്ടാലും മതി, നിങ്ങൾ ക്രിമിനലായിരിക്കും. Guys, we know we are middle class people, so I will give an information which will help you to grow with benefits. Let me tell you. ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് ക്രിമിനൽ. നമുക്ക് ഷോർട്ട് ഫിലിമിലേക്ക് പോവാം. കമലദളം കുറെ പൈസയുടെ ബുദ്ധിമുട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവായിരുന്നു. പുറത്തോട്ട് പോവാനേ ശരിയായി. വേറെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ കറങ്ങുക. എന്തുകൊണ്ട് വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞു. അവിടെ വസ്തു വിറ്റു അല്ലേ? കാര്യത്തിന് വളരെ അത്യാവശ്യം നിനക്കറിയാമല്ലോ എന്റെ കാര്യം. ഓരോരോ കാര്യങ്ങൾ അച്ഛൻ വീട്ടിൽ അച്ഛനാണെങ്കിൽ അതിനേക്കാളും വിഷമം കരച്ച് പിടിച്ചിട്ട് ഒന്നും നടക്കുന്ന ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങനെ റെല്ലി അടിച്ച് നടക്കും. ഞാൻ പോയിട്ട് വരട്ടെ. രാജ അഭിനയ ചിങ്കം, അഭിനയ കൊലപതി. തുടങ്ങടാ അഭിനയം. അച്ഛാ എന്താ മോനെ? കുറെ നാളായില്ലേ അച്ഛൻ? എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ അച്ഛൻ എനിക്ക് ഒരു 2 ലക്ഷം എഴുതാൻ സഹായിക്കണം. എന്നെ കണ്ട പറയോടാ എന്റെ 2 രൂപ ഉണ്ടോന്ന്. ഗൾഫിൽ പോവാനാ മോനെ. മോളെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെ പാപ്പരായില്ലേ മോനെ. ഞാനിനി എവിടെ പോയി പൈസ ഉണ്ടാക്കും? മോൻ എവിടെയെങ്കിലും പോയി കിട്ടുത്തോടെ മോൻ വേറെ ഏതെങ്കിലും മാർഗം നോക്കണം മോനെ. ഇത്ര പ്രായമല്ലോ. ചോദിക്കണ്ടായിരുന്നു പുല്ലി. തന്നേനെ കൊന്ന കേസിലകത്ത് കൊണ്ടുവരുമെന്നാണ് ഇപ്പൊ ആലോചിക്കണം. പിന്നെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ട് കേട്ടോ. ആ ബീജം കൂടി ഇട്ട് കൊടുത്താൽ കറക്റ്റായി. വിഷ്ണു, നീ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണോ? എല്ലാവരും ഉണ്ടല്ലോ. ഇത് ചിന്തിച്ച് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ആ വിസയുടെ കാര്യം അവയോട് വിളിച്ചോണ്ടിരിക്കുക. Guys, this is the most trusted and reliable global trading Binomo app. നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 lakh ഡെമോ അക്കൗണ്ടിൽ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ബിനോമോ ഓപ്പൺ ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ട് റിയൽ അക്കൗണ്ടിലേക്ക് മാറുവാണ്. ഒരു 4000 ട്രേഡ് നോക്കുവാണ്. ഗ്രാഫ് മുകളിലേക്ക് പോകുന്ന കരുതി ഞാനൊരു 4000 ട്രേഡ് നോക്കുവാണ്. ഒരു 5 seconds ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കുവാണ്. And yes, my prediction was correct. Made a profit of 7,200. ഇതിന്റെ വിഡ്രോൾസ് ഒക്കെ വളരെ ഈസിയാണ്. നമുക്ക് പേടിഎമ്മോ ബാങ്ക് വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. ഇതിന്റെ വിഡ്രോൾസിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 10 എളുപ്പമാണെന്നാണ് അവർ പറയുന്നത്. എന്റെ പ്രൊമോ കോഡായ ജോക്കു നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇടുന്ന എമൗണ്ടിന്റെ ഡബിൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ 1000 ഡെപ്പോസിറ്റ് ആണെങ്കിൽ 2000 കിട്ടുമെന്നാണ് അവർ പറയുന്നത്. സോ വെയർ ടു ഡൗൺലോഡ്? ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. കഴിഞ്ഞ ഷോട്ടിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. നീ വീട്ടിൽ അച്ഛനോട് ചോദിച്ചോ? അച്ഛനോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നും. കാര്യം ഭവാന ചേച്ചി വസ്തു കിട്ടി 3 ലക്ഷം രൂപ. ഒരു 2 ലക്ഷം ചോദിച്ചാൽ കിട്ടിയ ഫസ്റ്റ് അവർ തന്നത് തന്നെ. എനിക്കൊരു പ്രതീക്ഷയില്ല. നമുക്കൊരു അറ്റ കയ്യിൽ പ്രതീക്ഷിച്ചു. എന്താ പൊക്കാനോ? കയ്യും കാലും വിറച്ചോണ്ടിരുന്നാൽ മതി. നല്ല ശാന്തശീലന്മാരായ ക്രിമിനൽ എന്റെ കൂടെ നിന്ന് തന്നാൽ മതി. നമുക്കതങ്ങ് പൊക്കാൻ. ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കാതെ നമുക്കതങ്ങ് പൊക്കാൻ. ഐഡിയ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ഏതാണ് ഈ ICIC ക്രിമിനൽസ്? വളരെ ശാന്തശീലരായ ക്രിമിനൽസ്. ഭയങ്കര ഐഡിയ. ഓക്കെ, എന്താണേലും കാര്യം നടക്കാം. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ബെറ്റ് വെക്കുന്നവരുണ്ട്. കൊല നടത്താൻ പോയേ പൊളിക്കുന്നു. ഒരു മഞ്ചത്ത് നിൽക്കണം അപ്പുറത്ത്. ടെററിസ്റ്റ് പോലെ വന്ന് നിൽക്കുക. 3 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കക്കാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങി. ഇതെന്നാ വള്ളംകളി മത്സരം? എന്നെ കട 2 മണി കാണിക്കണത്.
കോഴി കൂവാറായി. കട്ട് കഴിയോ എന്തോ. ആരും ഇല്ലാത്ത വീട്ടിൽ കയറി കക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലടാ, ആളുണ്ടാ. വീടൊക്കെ തുറന്നിട്ടിട്ടാണ് ചേച്ചി കിടന്ന് ഇറങ്ങുന്നത്. കാറ്റ് വീശി കൊടുക്ക്. ക്ലോറോഫോം ആണോ? ഓഫ്, ഹൈടെക്. എടാ, ഇനി എന്തിനാടാ നീ പമ്പൊന്നേ? നീ ഓൾറെഡി മയക്കില്ലേ? ഞാൻ ക്യാമറാമാനെ കൂടി മയക്ക്. 3 ലക്ഷം രൂപ വെക്കാൻ കണ്ട സ്ഥലം. സ്വർണ്ണം ഉണ്ടല്ലോ. ഷോർട്ട് ഫിലിമിന്റെ പേര് ക്രിമിനൽ എന്നല്ല, കൃമികൾ. വന്നല്ല വരമാല. അല്ല, എൻ്റെ ഒരു സംശയമാണ്. മോഷ്ടിച്ചുകാരി ഇവര് പറയാണ്ട് എങ്ങനെയാണ് പോലീസ് കേസെടുക്കാൻ വരുന്നത്? ഇവര് മരിച്ചോ? ഇവര് മരിച്ചു കാണും ചിലപ്പോ. ഓക്കെ. ചെയ്യാണ്ടിരിക്കുന്നു. സാറ് ഭയങ്കര എക്സ്പെർട്ട് ആണല്ലോ. വേറെ പോലീസുകാരൊന്നും ഇല്ല സാറേ? ആരണ്ടൊക്കെ പുറകെ ഒന്ന് ഒളിച്ചു നോക്കണം. ചത്താളുടെ മുമ്പിൽ പോയിട്ട് എംബോസിന് എഴുതി പഠിക്കുന്നു. സവാള 1/2 കിലോ 100. സാധാരണ പോലീസ് കയറി വരുമ്പോൾ തന്നെ ചത്തപ്പൊടി കാണുമ്പോഴേക്കും തൊപ്പി ഊരി മാറ്റും. ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് പോകാൻ നേരത്ത് തൊപ്പി ഊരി. എന്നാലും ചെയ്യാണ്ട് ഈ പൊടി അങ്ങനെ ഇത്രയും ദിവസം ഇരിക്കുന്നു. ചേച്ചി, പൊട്ടനേച്ചയ്ക്ക് പോലും വേണ്ട ചേച്ചിനെ. പതുക്കടിക്ക് സാറേ. മറ്റേ സിനിമയ്ക്കകത്ത് ദിലീപ് മറ്റേ പൊറോട്ടയ്ക്കും മാവ് വെക്കണം. പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് കൊല്ലാൻ പറ്റുന്നില്ല സാറേ. എന്നെ വേണമെങ്കിൽ ഇടിച്ചോ സാറേ. ഇങ്ങനെ ഇടിക്കല്ല സാറേ, എന്നെ വേണമെങ്കിൽ ഇടിച്ചോ. ഇവിടെ തന്നെ ഇവനെ കെട്ടിത്തൂക്കും തോന്നുന്നു. കയറൊക്കെ കിടപ്പുണ്ടല്ലോ. ഇനിയാണ് ഷോർട്ട് ഫിലിമിന്റെ വഴിത്തിരിവ്. അണ്ണന്റെ കേമിയോ റോളാണ് എനിക്ക് കാണാൻ പോകുന്നത്. ഇനി മാറും. കഥ വേറെ ലെവലിലേക്ക് മാറും, എനിക്ക് ഉറപ്പാ. ടാപ്പ് 1/2 മണിക്കൂർ അവിടെ കളഞ്ഞു. ഇത് മറ്റേ 2 കോടിയുടെ 3 കോടിയുടെ ഒക്കെ ബിസിനസ് വളർന്ന സാറല്ലേ? ഫ്ലാഷ് ബാക്ക്. താൻ ജോലി ചെയ്യാതെ മദ്യപിച്ച് ലെക്ക് കെട്ട് ചെയ്ത പണിക്കൊക്കെ കമ്പനിക്ക് കോടികളാണ് നഷ്ടം. ഏത് കോടി? ഓണക്കോടിയോ? കമ്പനിക്ക് കോടികളാണ് നഷ്ടം. പിന്നെയും ആരോഗ്യവിന്റെ മരണ ഭരണ വർക്ക് ചെയ്യാത്തൊരു ടെലിഫോണും കണക്ഷൻ കൊടുക്കാത്തൊരു മോണിറ്ററും. അപ്പൊ ഞാൻ വന്നത്, ഞങ്ങളൊരു പയ്യൻ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ട് പയ്യൻ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്ന് പറയാനാണ് വന്നത്. അപ്പൊ ഈ കേസ് അനാവശ്യമായിട്ട് അയാളുടെ തലയിൽ കെട്ടിച്ചമച്ച് വെച്ചേക്കാണെന്ന് നാട്ടിൽ ആക്ഷേപമുണ്ട്. അഭിനയിച്ച് മെഴുകി തുടങ്ങി. എടാ, ഇതൊക്കെ ഒന്ന് റീടേക്ക് എടുക്കാൻ പോലുള്ള ബോധം ഇല്ലടേ. വിക്കിയാണല്ലോ സംസാരിക്കുന്നത്. നാട്ടിൽ ആക്ഷേപമുണ്ട്. പോലീസ് പലരുടെയും കൈക്കൂലി വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെന്നും നാട്ടിൽ പാട്ടാണ്. നാട്ടിലെ പാട്ടാണ്. ഒരു പാട്ടിട്. അവരെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്തില്ലെങ്കിൽ DC ഓഫീസ് ഉൾപ്പെടെയുള്ള ഇതിന്റെ ഡിയോലോഗ് ആരായിരുന്നു? പോലീസ് സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ഉപരോധിക്കേണ്ടി വരും. ഈ പരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിന് ട്വിസ്റ്റ് അടിക്കും. കാണിക്കെന്തെങ്കിലും വേഗം കണ്ടു വെക്കട്ടെ. തന്നെ പോലുള്ള ഊച്ചാളി നിരകന്മാരാണ് ഈ നാട് കുട്ടിച്ചോറാക്കുന്നത്. അയ്യോ, ഇത് പോലീസായിരുന്നു. ഇനി എന്റെ മുമ്പിലാണ് കണ്ടാൽ
സാർ സാറ് പോലീസാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാറൊക്കെ വലിയ സാറായിരുന്നു. സാറ് എഴുന്നേറ്റപ്പോൾ ഈ പാൻറ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സാർ, ഞാൻ സാറിനെ റെസ്പെക്ട് ചെയ്തു. 2 സല്യൂട്ട്. കാണിച്ചല്ലോ. ചെയ്യരുത്. ഇത് കഴിഞ്ഞില്ലേ ഇവിടെ? ആ വരവ് കണ്ട നമ്മുടെ ലാലേട്ടൻ കയറി വരുമ്പോൾ സല്യൂട്ട് കൊടുക്കണ പോലെ. ഇനി ഇംപ്രൂവ്മെന്റ്സ്. എന്റെ മോനെ, ഒന്നുമില്ല, അവൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മതി സാർ, വേറൊരു കാര്യം പറയാനുണ്ട്. ആഫ്രിക്കൻ ആന്തോറിയം അങ്ങോട്ട് തീർക്ക് സാറേ. എന്തിനാണ് ഈ ഫോറൻസിക് വെച്ചോണ്ടിരിക്കുന്നത്? 2 ഇടിയൊക്കെ കൊടുക്കും, ഒരു രസം ഉണ്ടാവും കാണാൻ. ആന്റണി, ആ ഭവാനി കേസിന്റെ അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഒരു സ്പോട്ടിൽ വെച്ച് ഒരു സ്പെക്സ് കൂടെ കിട്ടി. അപ്പൊ അതിന്റെ പേരിൽ നിങ്ങളൊന്ന് മാറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുകയാണ്. കൂടാതെ ഫോറൻസിക് റിപ്പോർട്ട് കൂടെ കിട്ടിയതിന് ശേഷമേ നമുക്ക് അതേക്കുറിച്ച് തീർത്ത് പറയാൻ പറ്റൂ. എന്തായാലും എത്രയും പെട്ടെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടും. മോളിൽ നിന്ന് നല്ല പുഷിങ് എനിക്കുണ്ട്. മോളിൽ നിന്ന് നല്ല പുഷിങ് ഉണ്ട്. നല്ല പുഷിങ് എനിക്കുണ്ട്. നല്ല പുഷിങ് എനിക്കുണ്ട്. രാഷ്ട്രീയക്കാരുടെ ഇത് അവരുടെ വഴി. തീർച്ചയായും സാർ, ഞാൻ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അന്വേഷണ സംഘത്തിന് കൂടുതൽ സ്പീഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. വെറുതെ കുറെ ബോണ്ട് പേപ്പർ നോക്കി വായിക്കുന്നു. സാറേ നമസ്കാരം. സാറേ, എന്റെ മോൻ നിരപരാധിയാണ്. അവനൊരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്തവനാണ്. അവനെ വെറുതെ വിടണം സാറേ എന്ന് പറഞ്ഞാണ് ചാർജ് ചെയ്തത്. പക്ഷെ അവൻ നിരപരാധിയാണ്. എന്റെ മകനാണ്. പക്ഷെ ഞാനൊരു പഴുത് കാണുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പഴുതടച്ചുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴുതടച്ചോ? പക്ഷെ ഞാനൊരു പഴുതാരയെ കാണുന്നുണ്ട്. ഇനി ഫോറൻസിക് റിപ്പോർട്ട് കൂടെ വരാറുണ്ട്. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. ഇത് കണ്ട് എന്നെ ശിക്ഷിക്കാൻ ആരും ഇല്ലേ? അത് 100% ഉറപ്പാണ്. ധൈര്യമായിട്ട് വെക്കും. ആ പോ സാറേ, ധൈര്യമായിട്ട് വെക്കും. ആ വിട്ടു സാറേ. അപ്പൊ ഞാൻ പോട്ടെ സാർ. പോട്ടട പോവേ അടി ഫക്കേ. വെറുതെ കുറെ ബോണ്ട് പേപ്പർ എടുത്ത് വായിക്കുന്നു. ഹലോ, ഭവാനി അമ്മ കേസിന്റെ റിപ്പോർട്ടാണ് സാർ. ഫോറൻസിക് റിപ്പോർട്ട് സ്പോട്ട് എവിഡൻസുമാണ്. ഇതുവരെയുള്ള തെളിവുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് DTCCയുടെ ഒരു നേതാവാണ് കുറ്റം ചെയ്തതെന്നാണ്. രാഷ്ട്രീയമായി പിടിപാടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് വളരെ മുൻകരുതലോടുകൂടി വേണം നമുക്ക് ഇനി മുന്നോട്ട് പോകാം. അവനല്ലേ ഇവിടെ ഒരു ദിവസം നാടകം കളിച്ചിട്ട് പോയത്? നാടകമോ? അപ്പൊ ഈ കാണിക്കുന്നത് എന്തുവാ? ഓ, ഇത് സിനിമയാണല്ലേ. അതെ സാർ. സോറി, ഷോർട്ട് ഫിലിം ആയിരുന്നു. സോറി സാർ, അനുവാദം തരികയാണെങ്കിൽ പുള്ളി അറസ്റ്റ് ചെയ്ത് കേസ് പ്രൊസീഡ് ചെയ്യാം. അനുവാദം തരത്തില്ല. നമ്മൾക്ക് ആരാണെന്നുള്ളത് നമ്മൾ പോലീസിനെ അത് തന്നെ അങ്ങനെ പറഞ്ഞോളൂ. പോലീസിനെ സംബന്ധിച്ച് അതൊന്നും ബാധകമാണ്. കൊടുക്കല്ലേ സാറേ? നമുക്ക് നിയമമാണല്ലോ. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നിയമം ഒരേപോലെ ബാധകമാണ്. ഒരു രോമം അങ്ങോട്ട് എണീക്കുന്നില്ല. അവൻ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യേ. സാറേ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്ക് സാറേ. അവനെ അറസ്റ്റ് ചെയ്യേ. ഇത് മോശം. അറസ്റ്റ്. ശരി സാർ. ഇത്രയും വലിയ വായുത്താളം മൊത്തം അടിച്ചിട്ട് ഇപ്പൊ പറയാം അറസ്റ്റ് എന്നല്ലേ? താങ്ക് യു. ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടടാ. നിന്റെ ജോലിയാന്ന് അയ്യോ ഇക്കിളെടുക്കുന്നേ. അയ്യോ ഇക്കിളെടുക്കുന്നേ. നീ അല്ലേ ഭവാനിയമ്മ കൊന്നത്? ഡയലോഗ് മറന്നു പോയിക്കണം. പാവമുണ്ട് കേട്ടോ സാറ്. നീ അല്ലേ കൊന്നത്? കുരിശിൽ തൂങ്ങി മരിച്ച ക്രിസ്തുവിന് ഒരു ഇത്രയും വേദന ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെയും കൊന്നിട്ടില്ല. എന്നെ കൊല്ലല്ലേ ഷമീർ സാറേ.
നീ എന്നെ വന്നു. അല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഹായ്. വേഗം ഡയലോഗ് പറ, ഡിലേ ആക്കല്ലേ. ഈ കണ്ട നിനക്ക് ഓർമ്മയുണ്ട്? ഇല്ല, എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കണ്ട നിനക്ക് ഓർമ്മയുണ്ട്? ഇനി നീ പോലീസിനെ വിളിപ്പിക്കാൻ നോക്ക്. കയ്യിന്ന് പോയി. എന്റെ അല്ല, പാവം നിന്റെ ഭാര്യ സമ്മതിച്ചു കഴിഞ്ഞത് നിന്റെ കണ്ണടയാണ്. എല്ലാ തെളിവുകളും നിനക്കെതിരാണ്. അതങ്ങനെ, അതാണ്. എവനല്ലേ അന്ന് ഓഫീസിൽ വന്നിട്ട് പോലീസ് പുല്ലാണെന്നോ അതെ സാർ. എന്തോന്നറിയത്? പോലീസ് കാശ് വാങ്ങിച്ചെന്നോ? രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് പോലീസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാന്നല്ലോ ഇവരുടെ പരിപാടി. ഇവൻ അന്നേ ഞാനൊരു സമ്മാനം കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അന്ന് ഓ, ഇനി അങ്ങനെ കൊന്നുവന്നുകൊണ്ട് കാണിച്ച് ഞങ്ങളെ വേദനിപ്പിക്കടാ. ഡോർ അടച്ചത് ചേച്ചി അറിഞ്ഞില്ല കേട്ടോ. ആഹാ, ഞെട്ടിയതാണത്. ദിവസം എനിക്ക് നിന്നെ വേണമെന്ന് ഞാൻ അവനും പറഞ്ഞിട്ടുണ്ട്. ആ, കയറി കിടക്കും. ഒതുങ്ങി കിടക്കും ഇങ്ങോട്ട്. ചേച്ചി ഒതുങ്ങി കിടക്കും ഇങ്ങോട്ട്. ആ, പിന്നെ ഇതെന്ത് എന്നാടാ? മുതലെടുക്കാൻ എന്താണിത്? വിഗ്ഗ ഇവിടെ ചട്ടിത്തരയാ. നമ്മളെ പറ്റിക്കുവായിരുന്നല്ലേ അപ്പാ. ചാവട്ടെ ചാവട്ടെ, ശ്വാസം കൂട്ടി ചാവട്ടെ. ചത്തില്ല ചത്തില്ല ചത്തില്ല. താങ്ക്സ് ഫോർ കഴിഞ്ഞ. അപ്പം എൻ്റെ വളരെ നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു ക്രിമികൾ. ഇതിനകത്ത് അഭിനയിച്ചവരുടെ അഭിനയത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് കക്കൂസി പോകാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കൂടുതൽ കൈ കടത്തുന്നില്ല. എന്റെ കൂടെ നിന്ന് തന്നാൽ മതി. 15 മിനിറ്റോളമുള്ള ഈ ത്രില്ലിംഗ് ഷോർട്ട് ഫിലിമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാതെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് ലാഭിക്കും. ഉള്ളത് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ. കുറേ ആയി നമ്മൾ റിയാക്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ്റെ സീരീസ് നമ്മുടെ മെയിൻ ചാനലിലെ പ്ലേലിസ്റ്റിലുണ്ടാവും. നിങ്ങളവിടെ പോയി നോക്കിയാൽ മതി. ഇവിടെ നമ്മളൊരു ഷോർട്ട് ഫിലിം റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. വലിയ രസമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കമൻസ് അതാണ് നിങ്ങൾ ഇടാത്തത്. നിങ്ങളുടെ കമൻസൊക്കെ വളരെയധികം കുറവാണ്. ഞാൻ റിയാക്ട് ചെയ്യുന്നത് പേടിച്ചിട്ടാണ് നിങ്ങൾ കമൻസ് ഇടാത്തത്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. നല്ല നല്ല കമൻസുകൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റിയാക്ഷൻ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.